ഹലോ, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കിയാലോ? ഈ ഒരൊറ്റ റോസ്റ്റ് മതി കേട്ടോ. നമുക്ക് ചോറിലേക്കും ചപ്പാത്തിയിലേക്കും പത്തിരി അതുപോലെ ദോശ അതിക്കൊക്കെ വേറെ ഒരു കറിയും വേണ്ട കേട്ടോ. ഈ ഒറ്റ കൂന്തൽ റോസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ വയറ് നിറച്ച് ഫുഡ് കഴിക്കാം. ആദ്യം നമുക്കൊരു ചട്ടി എടുക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കട്ട് ചെയ്ത് വെച്ച സവോള നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴന്ന് വരാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾ വീട്ടിൽ മൺചട്ടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ട്രൈ ചെയ്ത് നോക്കണേ. അതിനൊരു പ്രത്യേക തരം ടേസ്റ്റാണേ. ഉള്ളി വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതക്കിയത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. 4 പച്ചമുളകും കൂടിയിട്ട് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണേ. അതിന് ശേഷം കട്ട് ചെയ്ത് വെച്ച തക്കാളി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടി മിക്സ് ചെയ്യാം. എന്നിട്ട് 2 ഇല്ലി കറിവേപ്പിലയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികളാണ് ചേർക്കാനുള്ളത് കേട്ടോ. 2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളകിൻ്റെ കൂടെ സാദാ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എരിവുള്ള മുളക് പൊടി ഇവിടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ റോസ്റ്റ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എരി കുറച്ചുണ്ടാക്കുന്നത് കേട്ടോ. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം കുറച്ച് കുരുമുളക്, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച കൂന്തൽ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. മലബാർ ഭാഗത്തൊക്കെ ഇതിന് കൂന്തൽ എന്നാണ് കേട്ടോ പറയാറ്. നിങ്ങളുടെ ഭാഗത്ത് ഈ മീനിന് വേറെ വല്ല പേരുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് പറയണേ. നിങ്ങളുടെ വീട്ടിൽ കൂന്തൽ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. എന്നാൽ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണേ. ഈ റെസിപ്പി കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. 15 മിനിറ്റ് ഞാൻ അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായതൊന്ന് തുറന്ന് നോക്കിയാലോ. കൂന്തലൊക്കെ നന്നായി കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്നും കൂടി ഒന്ന് വറ്റിച്ചെടുക്കാനുണ്ടേ. അങ്ങനെ നമ്മളുടെ സൂപ്പർ കൂന്തൽ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് നമുക്ക് മല്ലിയിലയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പുതിയ നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വരാം. ബൈ. അസ്സലാമു അലൈക്കും.